ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. 1986 ഒക്ടോബർ 20 അന്ന് രാവിലെ പ്രസാദ് എന്ന ചെന്നൈയിലെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വെസ്റ്റ് അണ്ണാനഗറിലെ 18-ാം നമ്പർ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ആ വീട്ടിൽ താമസിക്കുന്നത് 2 സ്ത്രീകളാണ്, ഒരു അമ്മയും മകളും. അവരവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് പ്രസാദ് അന്ന് ആ വീട്ടിലെത്തിയത്. 2-3 പ്രാവശ്യം ബെല്ലടിച്ചിട്ടും അകത്തുനിന്ന് യാതൊരു ശബ്ദവും കേട്ടില്ല. അവരെവിടെയെങ്കിലും പോയിരിക്കുമെന്നാണ് പ്രസാദ് അപ്പോൾ ചിന്തിച്ചത്. എന്നാൽ ഡോറിനടുത്ത് തന്നെ അവരുടെ 2 ജോഡി ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ 5 ദിവസത്തെ പത്രങ്ങൾ അവിടെ ആരും എടുക്കാതെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ പ്രസാദിന് ഒരു സംശയം തോന്നി. അവൻ ആ ബംഗ്ലാവിന് ചുറ്റും നടന്ന് ആ വീട്ടിലുള്ള ഇന്ദിര ചേച്ചിയെ വിളിച്ചു. ജനലുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. പതുക്കെ അവൻ ബംഗ്ലാവിൻ്റെ പിന്നിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു വാതിൽ ചാരിയിരിക്കുന്നതായി കണ്ടു. വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ തീക്ഷ്ണമായ ഒരു ദുർഗന്ധം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. വീടിനുള്ളിലെല്ലാം അവൻ തിരഞ്ഞെങ്കിലും അതിനുള്ളിൽ ആരെയും കണ്ടില്ല. പിന്നീട് അവൻ അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിനടുത്തേക്ക് ചെന്നു. ആ ബാത്റൂം തുറന്നപ്പോൾ അവൻ ആകെ ഞെട്ടിപ്പോയി. ആ ബംഗ്ലാവിൽ താമസിക്കുന്ന 2 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ജീർണിച്ച് പഴകിയ നിലയിൽ ഈച്ചയാർത്തുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അലറിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഓടി. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസുകാരെത്തി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് മോർച്ചറിയിലേക്ക് മാറ്റാൻ പോലും പറ്റാത്ത രീതിയിൽ അഴുകിപ്പോയിരുന്നു ആ മൃതദേഹങ്ങൾ. അതുകൊണ്ട് ഡോക്ടർ ആ ബംഗ്ലാവിൽ വന്ന് ആ ബാത്റൂമിൽ വെച്ചാണ് ഓട്ടോപ്സി നടത്തിയത്. ഓരോ ശരീരത്തിലും 14ഓളം കത്തികൊണ്ടേറ്റ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. മാത്രമല്ല, മകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതായും കണ്ടെത്തി. ഈ വാർത്ത പെട്ടെന്നാണ് ചെന്നൈ മുഴുവൻ വ്യാപിച്ചത്. ചെന്നൈ മാത്രമല്ല, നിമിഷങ്ങൾ കൊണ്ട് അത് തെന്നിന്ത്യയാകെ വ്യാപിച്ചു. കാരണം ആ കൊല്ലപ്പെട്ട 2 പേരിൽ ഒരാൾ ഒരു സാധാരണ സ്ത്രീയായിരുന്നില്ല. തെന്നിന്ത്യൻ യൗവനത്തിൻ്റെ സിരകളിൽ തൻ്റെ സൗന്ദര്യം ഒരു ലഹരിയായി പടർത്തിയ ഒരു സിനിമാ അഭിനേത്രിയായിരുന്നു അവൾ. പേര് റാണി പത്മിനി. സിനിമാ അഭിനയ മോഹവുമായി മദ്രാസിൽ ജീവിച്ച് എന്നാൽ നിരാശയായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഒതുങ്ങേണ്ടി വന്ന ഇന്ദിരാകുമാരിയുടെ മകൾ. അമ്മയുടെ സാധിക്കാത്ത ആഗ്രഹം മകളിലൂടെ പൂർത്തിയാക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അവളെ നേരെ സിനിമ പഠിക്കാനാണ് ഇന്ദിരാകുമാരി അയച്ചത്. വളരെ ചുറുചുറുക്കുള്ള സുന്ദരിയായ കുട്ടിയായിരുന്നു റാണി പത്മിനി. അതുകൊണ്ട് തന്നെ സിനിമയിൽ അവൾക്ക് വലിയൊരു ഭാവിയുണ്ടെന്ന് അമ്മ വിശ്വസിച്ചു. ബാല്യം മായാത്ത മുഖഭാവവും തിളങ്ങുന്ന കണ്ണുകളും കണ്ണുകളിലെ പ്രണയഭാവവും മനോഹരമായ പുഞ്ചിരിയുമുള്ള ഒരു കൗമാരക്കാരിയായിരുന്നു റാണി പത്മിനി. അപ്പോൾ സോമനും സുകുമാരനും ശ്രീവിദ്യയുമെല്ലാം അഭിനയിച്ച ജോൺ പോൾ തിരക്കഥ എഴുതിയ കഥയറിയാതെ എന്ന സിനിമയായിരുന്നു അവളുടെ ആദ്യ സിനിമ. അതിൽ നല്ലൊരു റോൾ കിട്ടിയെങ്കിലും ആ സിനിമ ഒരു പരാജയമായിരുന്നു. അവളുടെ അടുത്ത സിനിമ 1981 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സംഘർഷമായിരുന്നു. മലയാളത്തിലെ പ്രേം നസീർ, സുകുമാരൻ, രതീഷ്, ബാലൻ കെ നായർ തുടങ്ങി സൂപ്പർ സ്റ്റാറുകളൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത്. അതിൽ അവൾക്ക് കിട്ടിയ വേഷം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ അഭിനയത്തെക്കാളേറെ ശരീരപ്രദർശനം കൂടി ആവശ്യപ്പെട്ട ഒരു വേഷമായിരുന്നു അത്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി, അവിടെ ഒന്നാമതെത്താൻ വേണ്ടി എന്തിനും തയ്യാറായിരുന്നു റാണി പത്മിനി. ആ സിനിമയിലെ ശരീരപ്രദർശന വേഷത്തിൻ്റെ പേരിൽ റാണി പത്മിനി വിമർശിക്കപ്പെട്ടെങ്കിലും പിന്നീട് അവളെ തേടിയെത്തിയത് ഒരുപാട് വേഷങ്ങളാണ്. എന്നാൽ അവയിൽ മിക്കതിലും തന്നെ അവളുടെ മനോഹരമായ മുഖത്തിലെ മിന്നുന്ന ഭാവപ്രകടനങ്ങളെയല്ല ആവശ്യപ്പെട്ടത്. അനാവൃതമാകുന്ന അവളുടെ മാദക സൗന്ദര്യത്തെയാണ് ആ സിനിമകളെല്ലാം തന്നെ തേടിയത്. തേനും വയമ്പും, താറാവ്, പറങ്കിമല, തുഷാരം, ഭീമൻ, കുയിലിനെ തേടി, നസീമ, ആശ തുടങ്ങിയ അനേക സിനിമകൾ മലയാളത്തിൽ അവൾക്ക് ലഭിച്ചു. അഭിനയിച്ച ആ 5 വർഷക്കാലത്തിനിടയിൽ തന്നെ അവൾ 60ഓളം സിനിമകളിൽ വേഷമിട്ടു. മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലും കന്നഡയിലും തമിഴിലും വരെ അവൾ സിനിമകൾ ചെയ്തു. അവൾക്ക് പ്രശസ്തി കൂടിക്കൊണ്ടേയിരുന്നു. അവളുടെ മാദകമായ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മേനി യുവാക്കളുടെ ഹരമായി മാറിയിരുന്നു. തെന്നിന്ത്യയിൽ മാത്രമല്ല, ബോളിവുഡിലേക്കും കാൽവെക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അവൾ. പണം കുന്നുകൂടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് അവളും അമ്മയും കൂടി ചെന്നൈയിലെ അണ്ണാനഗറിലെ ആ ആഡംബര ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്.
വീട് നോക്കാനും പുതിയ കാറിൻ്റെ ഡ്രൈവർക്കുമായി പത്രത്തിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പരസ്യം കൊടുത്തു. അങ്ങനെ ഡ്രൈവറായി ആ വീട്ടിലെത്തിയ ആളാണ് ജബരാജ്. ജബരാജാണ് വാച്ചറും പാചകക്കാരനുമായി മറ്റു രണ്ടുപേരെ ആ വീട്ടിൽ ജോലിക്കെത്തിച്ചത്. എന്നാൽ ഈ 3 പേരുടെയും പൂർവ്വകാല ചരിത്രം യാതൊന്നും അന്വേഷിക്കാതെയാണ് 2 സ്ത്രീകൾ മാത്രമല്ല ആ ബംഗ്ലാവിൽ ഈ 3 പേരെ ജോലിക്ക് വെച്ചത്. ഇതിൽ ജബരാജും ലക്ഷ്മി നരസിംഹനും ജയിലിൽ നിന്നിറങ്ങിയ ക്രിമിനലുകളായിരുന്നു. റാണി പത്മിനിയുടെയും അമ്മയുടെയും കയ്യിൽ കണക്കില്ലാത്ത വിധം പണവും ആഭരണമുണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. ഇതിനിടയിലാണ് തങ്ങൾ താമസിക്കുന്ന ആ ആഡംബര ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങാൻ റാണി പത്മിനി തീരുമാനിക്കുന്നത്. മാത്രമല്ല പണം മുഴുവൻ റൊക്കമായി കൊടുക്കാമെന്നും അതിൻ്റെ ബ്രോക്കറായ പ്രസാദിനോട് റാണി പത്മിനി പറഞ്ഞു. അതിനിടയിൽ റാണി പത്മിനിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ റാണി പത്മിനിയുടെ അമ്മ ജബരാജിൻ്റെ മുഖത്തടിക്കുകയും അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇത് ജബരാജിൽ വൈരാഗ്യം വളർത്തി. ഏത് വിധരെയും അവരുടെ കയ്യിലുള്ള പണവും ആഭരണവും തട്ടിയെടുക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നു. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം 3 പേരും കൂടി രാത്രി അവർ ആ വീട്ടിലെത്തി. താഴെ നിലയിലുണ്ടായിരുന്ന ഇന്ദിരാകുമാരിയെ അവർ 3 ചേർന്ന് കുത്തി വീഴ്ത്തി. അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ റാണി പത്മിനിയെ അവർ വെറുതെ വിട്ടില്ല. 3 ചേർന്ന് സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി അവളെ മാനഭംഗപ്പെടുത്തിയതിനു ശേഷം കുത്തിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷം 2 പേരെയും വലിച്ചിഴച്ച് കുളിമുറിയിൽ കൊണ്ടിരുന്നു. പിന്നീട് അവിടെയുള്ള ആഭരണവും പണവും മോഷ്ടിച്ചുകൊണ്ട് റാണി പത്മിനിയുടെ തന്നെ കാറിൽ 3 പേരും രക്ഷപ്പെടുന്നു. എന്നാൽ പോലീസിന് പ്രതികളെ പിടിക്കാൻ അധിക താമസമൊന്നും വേണ്ടി വന്നില്ല. ഈ 3 പേരുമാണ് പ്രതികളെന്ന് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മദ്രാസ് ഹൈക്കോടതി 3 പേരെയും തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. എന്നാൽ സുപ്രീം കോടതി അത് ആജീവനാന്ത ജീവപര്യന്തമാക്കി മാറ്റി. ജബരാജിന് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല. ജയിലിനുള്ളിൽ വെച്ച് തന്നെ അയാൾ മരണപ്പെട്ടു. 2ാമത്തെ പ്രതിയായ ലക്ഷ്മി നരസിംഹനെ 30 വർഷത്തിന് ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ നിന്ന് പുറത്തുവിട്ടു. 3ാം പ്രതിയായ ഗണേശൻ ഇതിനിടയിൽ ജയിൽ ചാടിപ്പോയെന്ന റിപ്പോർട്ട് അക്കാലത്തെ തമിഴ് പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. സിനിമ ഇങ്ങനെയാണ്. അനേക ലക്ഷം പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് അവർക്ക് നവ്യമായ ആസ്വാദനാനുഭൂതികൾ നൽകുമെങ്കിലും സിനിമയുടെ പിന്നാമ്പുറത്തെ പല ജീവിതങ്ങളുടെയും കഥ ദുരന്തപൂർണമായിരിക്കും. സിനിമയുടെ സൗഭാഗ്യങ്ങളിലൂടെയുള്ള കുതിച്ചുപായലിനിടയിൽ വിധി കാത്തുവെച്ച മറ്റൊരു ദുരന്തമായിരുന്നു റാണി പത്മിനിയുടെ ജീവിതം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം.